ഹായ് ഹലോ എല്ലാവർക്കും സംസാരം ടി വിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു തൃശ്ശൂർ സ്റ്റൈൽ മാങ്ങിയിട്ട് വെച്ച നല്ലൊരു അയിലക്കറി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ സാധനങ്ങൾ: അയില, ഒരു 3 അയില നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് അയിലയാണ് ചെറിയ പീസുകളാക്കിയിട്ടാണ് നുറുക്കിയിട്ടത്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് നമ്മുടെ സബോള. ഇതൊരു പകുതി സബോള, മീൻ കറിയിലേക്ക് ഒരു പകുതി സബോള മതി. അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞ് ചോപ്പ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ മാങ്ങ, നാട്ടുമാങ്ങയാണ് എടുത്തത്. അതിലേക്ക് ഇത് അത്ര വലിയ പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ 2 പീസ് കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു ചെറു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചത്. ഒപ്പം തന്നെ നാടൻ പച്ചമുളകാണ്, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക്. അപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി, ഇത് എണ്ണ താളിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് അയിലക്കറിയിലേക്ക്. മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് നമുക്കിതിലേക്ക് 1 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മെയിനായിട്ട് മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് മതി, 1 ടേബിൾ സ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഒരു പകുതി നാളികേരത്തിൻ്റെ പാല് നമ്മൾ പിഴിഞ്ഞെടുത്തേണ്ടതാണ്. ആ നാളികേരത്തിൽ നിന്ന് നമ്മൾ മാറ്റിയിരിക്കുന്ന ഒരു 1/4 കപ്പ് നമ്മൾ നാളികേരം അരച്ചത്. അപ്പോൾ നമുക്ക് മാങ്ങിയിട്ട് വെച്ച നല്ല നാടൻ അയിലക്കറി നമുക്ക് തയ്യാറാക്കാം. ഈ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വഴറ്റാനുള്ളത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചതാണ്, അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക എണ്ണയിലേക്ക്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞു വെച്ചത്, അതിട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടതും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അയിലക്കറിയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ട് ഈ പച്ചമണമൊക്കെ മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നാളികേരത്തിൻ്റെ പകുതി പാല് പിഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നാളികേരത്തിൻ്റെ അരപ്പായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കൂടാൻ പാടില്ല. അപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേണ മാങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തത്. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയൊരു നാട്ടുമാങ്ങയാണ് എടുത്തത്. അപ്പോൾ അതിന് പുളി ഇത്തിരി കുറവായിട്ടുള്ള മാങ്ങയാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് 2 കുടംപുളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന്.
ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുതായി വരട്ടെ. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് ചാളയും ഇരുമ്പുളി ഇട്ടതും. അത് അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ അയില മാങ്ങിയിട്ട് വെച്ച കറി. നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചോറിന് ഇത് മാത്രം മതി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. നമുക്കിതിലേക്ക് അയില ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 അയിലയാണ് എടുത്തത് കേട്ടോ. അത്യാവശ്യം മീഡിയം സൈസിലുള്ള അയില. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മളപ്പോൾ ഇതിലേക്ക് മീനിട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ കിടന്ന് നന്നായിട്ട് മീനൊക്കെ നല്ല വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കൊരു 2 വരി കവിത ഞാൻ പാടാം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുതായി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നാളികേരത്തിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് നമ്മൾ പാല് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നാളികേരം നമ്മൾ അരച്ച അരപ്പിൽ നിന്ന് കുറച്ച് അരപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിലേക്ക് അരപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കുറുകുറു ചാറോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നാളികേരപ്പാൽ ചേർത്തോടൊപ്പം തന്നെ നമ്മൾ ഈ നാളികേരത്തിൻ്റെ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് താളിക്കണം, ഒരു ഉള്ളി വെച്ച് താളിക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഈ മീൻകറി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അത് ചേർത്ത് കൊടുക്കുക. അപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ്, മീൻകറിക്ക് നല്ലൊരു കളറും ഭംഗിയൊക്കെ കിട്ടാനായിട്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ ചെറിയുള്ളി മൂപ്പിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ മീൻകറിയിലേക്ക്. അതിൽ നിന്ന് ഇത്തിരി മീൻകറി എടുത്തിട്ട് ഇതിലൊഴിച്ച് നമ്മളൊന്നും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി നമ്മൾ മാങ്ങിയിട്ട് വെച്ച നല്ല നാടൻ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം തന്നെ നല്ല കുറുകിയ ചാറും നല്ല മീൻകറിയുടെ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ള നല്ല നാടൻ മാങ്ങിയിട്ട അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ അയിലക്കറിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം വീട്ടിൽ. അതിൻ്റെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ കഴിക്കാനായിട്ട് വെച്ചിരുന്നത് നമ്മുടെ കപ്പപ്പുഴുക്കാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കപ്പയും ഫിഷ് കറിയും നമ്മുടെ നാടൻ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇപ്പം നമ്മുടെ
മാങ്ങയുടെ സീസണൊക്കെയാണ്. ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണൊക്കെ നല്ല മാങ്ങ സീസണാണ്. എല്ലാവരുടെ നാട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല അയില കിട്ടുമ്പോൾ നിങ്ങൾ ഒരു മാങ്ങയൊക്കെ ഇട്ട് നല്ലൊരു അയിലക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇപ്പോൾ അവർക്ക് വെക്കേഷനാണല്ലോ, അപ്പോൾ സ്വാദിഷ്ടമായിട്ട് കുട്ടികൾ ഫുഡ് കഴിക്കട്ടെ. കപ്പപ്പുഴുക്കും മീൻകറിയൊക്കെ ആർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, ഒരു കട്ടൻ ചായ. അടുത്ത ദിവസം മറ്റൊരു പുതിയ വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.